നമ്മുടെ ജീവിതത്തിലെ 3 തരം സുഹൃത്തുക്കൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അവരെ ഒഴിവാക്കണം എന്ന് പറയുക. നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട 3 തരം സുഹൃത്തുക്കൾ ആരാന്ന് പറയാം. അവരെ സുഹൃത്തുക്കളെന്ന് തന്നെ പറയാൻ പറ്റണമെന്നില്ല, പക്ഷേ പലപ്പോഴും സുഹൃത്തായിട്ട് അഭിനയിക്കുന്നവരെ ആ ഗ്യാങ്ങിൽ നിന്ന്, ആ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ക്രിട്ടിക്സ് ആണ്, വിമർശിക്കുന്നവരാണ്. കോൺസ്റ്റൻറ്റ് ക്രിട്ടിക്സ്. ഓർക്കുക, വിമർശനം നല്ലതാണ്. വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്തൊരു തെറ്റ് കണ്ടാൽ വിമർശിക്കുന്നതിനും കുറ്റപ്പെടുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ അടുത്ത് നന്മ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അഭിനന്ദിക്കാനും കൂടെ ഉണ്ടാവണം. പക്ഷേ വിമർശനം മാത്രം, എല്ലാറ്റിനും വിമർശനം, നല്ലത് ചെയ്താൽ പോലും വിമർശിക്കുന്ന, കുറ്റം കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ഡേഞ്ചറസ് ആണ്, അവർ ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് സൈലൻറ്റ് ഫ്രണ്ട്സ് എന്നാണ് പറയുക. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർ സൈലൻ്റായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സൈലൻ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ല. സത്യത്തിൽ നമുക്കൊരു നേട്ടമുണ്ടായാൽ, നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ടായാൽ അവർ സൈലൻ്റായിട്ട് സങ്കടപ്പെടും. ചേടാ, അവൻ വളർന്നു പോയി, അവൻ നന്നായിപ്പോയി എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുന്ന ആൾ. അതേപോലെ നമ്മളൊരു പ്രയാസത്തിലാവുന്ന സമയത്ത് അവൻ അങ്ങനെ തന്നെ വേണം എന്ന രീതിയിൽ സൈലൻ്റായിട്ട് സന്തോഷിക്കുന്ന ആളുകൾ. അങ്ങനെ സൈലൻ്റായിട്ട് ഹാപ്പിനെസ് കാണുന്ന, സൈലൻ്റായിട്ട് സാഡായി മാറുന്ന, നമ്മുടെ നന്മയിൽ അവർ സാഡായി മാറുകയും നമ്മുടെ മോശം അവസ്ഥയിൽ അവർ ഹാപ്പിനെസ് കാണുകയും ചെയ്യുന്ന, അതിനാണ് സൈലൻറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. അവരെയും ഒഴിവാക്കണം എന്ന് പറയാം. മൂന്നാമത്തത് നെഗറ്റീവ് ഫ്രണ്ട്സ്. എല്ലാറ്റിലും പറയുന്നത് പോലെ എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നമ്മളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ, മറ്റെന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ എതിർത്ത് പറയുന്ന, അതൊന്നും നടക്കില്ലടാ എന്ന രീതിയിൽ നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കുക. ഈ 3 തരം ഫ്രണ്ട്സിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.